പാൻറ്റോൺ വിട്ട് ഒരു കളിയില്ല മോട്ടോയ്ക്ക്. മോട്ടറോള എഡ്ജ് 70 ഫ്യൂഷൻ. ഇന്നലെ ഒരു ഫോൺ ഇറങ്ങിയായിരുന്നു 30-33,000 രൂപയ്ക്ക്. ഏതാ ഫോൺ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാവാത്തവർക്ക് ഒരു ക്ലൂ തരാം. ഈ സ്മാർട്ട് ഫോണിന് ഓൾമോസ്റ്റ് അതേ സ്പെസിഫിക്കേഷൻ ആണ്, പക്ഷെ അതിനേക്കാൾ ഏകദേശം ഒരു 10,000 രൂപ കുറവിന് കിട്ടും. എല്ലാ സൈഡ്സും കർവ്ഡ് ആയിട്ടുള്ള ഒരു 144 ഹെർട്സിന്റെ പാൻറ്റോൺ വാലിഡേറ്റഡ് ഡിസ്പ്ലേ, 6.78 ഇഞ്ചിന്റെ ഒരു 1.5K റെസൊല്യൂഷൻ ഉള്ള AMOLED ഡിസ്പ്ലേ ആണ്. 5200 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിൽ വിസിബിലിറ്റി യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് എന്റെ ലിനൻ ഫിനിഷ് ശരിക്കും ഇഷ്ടമായിട്ടോ. ഒരു ലിനൻ ഷർട്ടിന്റെ ഒക്കെ തുണി പോലെയാണ് ഇരിക്കുന്നത്. ഒരു ലെതർ ഫിനിഷിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു തുണി ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഈ കളറിന്റെ പേര് ബ്ലൂ സർഫ് എന്നാണ്. ആൻഡ് ഇവിടെ ക്യാമറ മൊഡ്യൂളിന്റെ ചുറ്റും ഒരു ചെറിയ റിംഗ് കണ്ടോ, ആ റിങ്ങിന് വേറെ കളറാണ്. അത് സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതിന്റെ പേര് പാൻറ്റോൺ കപ്രി. മോട്ടോയുടെ G സീരീസിൽ ഇങ്ങനെ ഒരു കർവിലാണ് ഈ ഒരു ബാക്ക് സൈഡ് വരുന്നത്. മോട്ടോ എഡ്ജ് സീരീസിന് ഇത് ഇങ്ങനെ കുറച്ച് എംബോസ്ഡ് ആയിട്ടിരിക്കും. എന്തായാലും എല്ലാ സൈഡ്സും കർവ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത്തവണ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്ലസ് 193 ഗ്രാം മാത്രമേ വെയിറ്റ് ഉള്ളൂ. ആൻഡ് വളരെ തിന്നാണ്, 7.99 മില്ലിമീറ്റർ തിക്നെസ്. ബോക്സിന്റെ മുകളിലായിട്ട് FIFA 2026ന്റെ ലോഗോ ഉണ്ട്. മോട്ടറോളയാണ് അത്ര ഇത്തവണത്തെ ഒഫീഷ്യൽ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. സോ FIFA വരുവാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണ് എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്റെ ഫേവറേറ്റ് ടീം അർജന്റീനയാണ്. ബ്രസീൽ ഫാൻസ് തെറി പറയാൻ വരരുത്. ബട്ട് ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ 68 വാട്ടിന്റെ ചാർജർ, കൂടെ ഒരു Type-C to Type-C കേബിളും കുറച്ച് ഡോക്യുമെന്റേഷൻസും സിം ടൂളും ഉണ്ട്. ബോക്സിൽ കേസ് ഇല്ല ആൻഡ് ഫോണിൽ പ്രീ അപ്ലൈഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്രൊട്ടക്ടറും ഇല്ല. പക്ഷെ പ്രൊട്ടക്ഷൻ Gorilla Glass 7i ആണ്. ഏകദേശം 1.1 മില്യന്റെ AnTuTu സ്കോർ, Snapdragon 7s Gen 4 ചിപ്സെറ്റ്. എന്നെ ശരിക്കും സർപ്രൈസ് ചെയ്ത കാര്യം എന്താണെന്നറിയോ, ഈ AnTuTu ചെക്ക് ചെയ്യുന്ന സമയത്ത് പോലും ഇതിന്റെ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 35 ഡിഗ്രി സെൽഷ്യസ് ആണ് വന്നിരിക്കുന്നത്. നോർമലി നമ്മൾ വാം ആവുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം 40-42 ഡിഗ്രി ഒക്കെ ആണെങ്കിലും 35 ഡിഗ്രി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഫീൽ പോലും ചെയ്യില്ല. മേ ബി പുതിയ 4473 മില്ലിമീറ്റർ സ്ക്വയറിന്റെ വേപ്പർ ചേമ്പർ കൂളിംഗ് വെച്ചത് കൊണ്ടാവും ഹീറ്റിംഗ് ഇഷ്യൂ ഇതിനകത്ത് അനുഭവപ്പെട്ടില്ല. BGMI കളിച്ചു നോക്കി 120 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ കളിക്കാം. കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ നിങ്ങൾക്ക് 90 FPS കളിക്കാം. ഇതിന്റെ കൂടെ LPDDR5X റാമും UFS 3.1 സ്റ്റോറേജ് ആണ് എന്റെ കയ്യിലുള്ള ഈ ഒരു ഫോണിനകത്തുള്ളത്. പക്ഷെ ഒരു ചെറിയ ഇൻസൈഡർ കാര്യം ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഇപ്പോൾ ഇനിഷ്യലി മേടിക്കുന്നവർക്ക് LPDDR5Xും അതേപോലെ UFS 3.1ഉം കിട്ടും. പക്ഷെ പിന്നീട് സ്റ്റോക്കുകൾ തീരുമ്പോഴോ അല്ലെങ്കിൽ പുതിയ സ്റ്റോക്ക് വരുമ്പോഴൊക്കെ ഈ ഒരു കോൺഫിഗറേഷൻ ചിലപ്പോൾ മാറാം, ഈ ഒരു LPDDR5Xും UFS 3.1ഉം. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞു, അതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. എന്നാലും ഡിസ്പ്ലേ നിങ്ങൾക്ക് നാച്ചുറൽ, റേഡിയന്റ്, വിവിഡ് എന്നിങ്ങനെ 3 രീതിയിലിടാം. ഡിസ്പ്ലേ പാൻറ്റോൺ വാലിഡേറ്റഡ് ആണെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ പാൻറ്റോൺ വാലിഡേറ്റഡ് ആയിട്ടുള്ള വേറൊരു സാധനമാണ് ഇതിനകത്തുള്ള ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ സൈഡിലായിട്ട് നിങ്ങൾക്ക് ചെറിയ ബോക്സിൽ പാൻറ്റോൺ എന്ന് എഴുതി വരുന്നത് കാണാം. പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സൽ ലിറ്റിയ 710 സെൻസർ. എഡ്ജ് 60 ഫ്യൂഷനകത്ത് ലിറ്റിയ 700 ആയിരുന്നു, ഇതിനകത്ത് 710 ആണ്. കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള സെൻസറാണ്. നൈസ് ക്യാമറമാൻ, ഐ റിയലി ലൈക്ഡ് ഇറ്റ്. അതിന്റെ ഫോട്ടോ ഔട്ട്പുട്ട്സ് ആയിക്കോട്ടെ അത്യാവശ്യം നല്ല പഞ്ചിയാണ്, വിവിഡ് ആണ്, എന്ന് HDR മാനേജ് ചെയ്യുന്നുണ്ട്. സ്കിൻ ടോൺസ് എടുത്ത് പറയണം. പാൻറ്റോൺ വാലിഡേറ്റഡ് ആകുമ്പോൾ സ്കിൻ ടോൺസ് അങ്ങനെ തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറെ ഫോട്ടോ സാമ്പിൾസ് കാണിച്ചാൽ ഓവറോൾ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദ ക്യാമറ. മോട്ടോയ്ക്ക് നാച്ചുറൽ എന്ന സ്റ്റൈലും ഉണ്ട്, മോട്ടോ സിഗ്നേച്ചർ എന്ന് പറയുന്ന സ്റ്റൈലും ഉണ്ട്. സിഗ്നേച്ചർ കുറച്ചുകൂടി HDR കൂട്ടി ഒരു ഇങ്ങനെ ഒരു തെറിച്ച് നിൽക്കുന്ന ഒരു പോലെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇടാം. ബട്ട് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി നാച്ചുറലാണ് ഇഷ്ടമായത്. ഡേ ലൈറ്റിൽ നൈസ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ ഈ പുതിയ സെൻസർ എനിക്ക് തോന്നിയത് നൈറ്റ് ടൈമിലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. നൈറ്റ് ഫോട്ടോസ് നോക്കിയാൽ നല്ല രസമുണ്ട് കേട്ടോ. ഇത്തവണ നൈറ്റ് ഫോട്ടോസ് ഗ്രെയിൻസ് ഇല്ല, കളർ മാനേജ്മെന്റ് എല്ലാം കൊള്ളാം. പിന്നെ ഈ സീനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെലിഫോട്ടോ ക്യാമറ ഇല്ല. പക്ഷേ പ്രൈമറി ക്യാമറ വെച്ചാൽ നിങ്ങൾക്ക് 24mm, 35mm ആൻഡ് 50mm പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല എഡ്ജ് ഡിറ്റക്ഷൻ ഉണ്ട്. ഞാൻ അത്യാവശ്യം തിരക്കില്ലാത്ത ബൊക്കെയും കിട്ടുന്നുണ്ട്. ഓവറോൾ ഫോട്ടോസ് കാണാൻ കൊള്ളാം. കൂടെ 13 മെഗാ പിക്സലിലെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഫോട്ടോ സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, അൾട്രാ വൈഡ് ക്യാമറയും പ്രൈമറി ക്യാമറയും തമ്മിൽ കളർ അത്യാവശ്യം ഷിഫ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഓൾമോസ്റ്റ് സെയിം കളർ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മൂന്നാമത്തെ 3-in-1 ലൈറ്റ് സെൻസറാണ്. ഇനി ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയാണുള്ളത്. സെൽഫി ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. വൈഡ് ആയിട്ടും ക്ലോസപ്പ് ആയിട്ട് എടുക്കാൻ പറ്റും. ആൻഡ് ഐ റിയലി ലൈക്ക് ദ സെൽഫീസ്. ഇൻഫാക്ട് ബാക്ക് സൈഡിലുള്ള ക്യാമറ വെച്ച് നിങ്ങൾക്ക് 4K 30 FPS വീഡിയോ എടുക്കാൻ പറ്റും. ബാക്ക് സൈഡിലുള്ളത് എന്ന് ഉദ്ദേശിച്ചത് അൾട്രാ വൈഡ് ക്യാമറ ഇപ്പോൾ കാണുന്നില്ലേ, ഇതിനകത്ത് നിങ്ങൾക്ക് 4K 30 FPS വീഡിയോ എടുക്കാം. അത്യാവശ്യം നല്ല 4K വീഡിയോസ് അൾട്രാ വൈഡ് ക്യാമറ എടുക്കാൻ പറ്റും. എന്തിന്, നിങ്ങൾക്ക് പ്രൈമറി ക്യാമറയിലും 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അത് 1xലും 2xലും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഫുട്ടേജ് നല്ല സ്റ്റേബിൾ ആണ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട്. വീഡിയോസിൽ പോർട്രേറ്റ് വീഡിയോന്റെ ഓപ്ഷൻ കണ്ടില്ല. എന്തിന്, നിങ്ങൾക്ക് സെൽഫി ക്യാമറയിൽ പോലും 4K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ സാമ്പിൾ കണ്ടു നോക്കൂ. ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തിട്ട്, വീഡിയോ സാമ്പിൾ ഭയങ്കര സ്റ്റേബിൾ ആണ്. ഫ്രണ്ട് ക്യാമറ സ്റ്റെബിലിറ്റി ഈസ് എ വെരി എന്താ പറയുക എസെൻഷ്യൽ തിങ്. ആൻഡ് ആ ഒരു സ്റ്റെബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് കളേഴ്സ് ആർ ഓൾസോ നൈസ്. സോ ഓൾ ലെൻസസ് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ഗുഡ് ജോബ് ഫോർ ദ പ്രൈസ്. ഇനി ഫോട്ടോയിലെ പോലെ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും ലോ ലൈറ്റിലെ വീഡിയോസ് വളരെ രസമുണ്ട് കേട്ടോ. ഞാൻ നോട്ടീസ് ചെയ്തത് ഷാർപ്പർ ആണ്, നോയ്സ് കുറച്ചുകൂടി കുറവാണ്. ഇനി അൾട്രാ വൈഡ് ക്യാമറ വെച്ച് നിങ്ങൾക്ക് മാക്രോ ഫോട്ടോസും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് സാമ്പിൾസ് കാണിച്ചു തരാം. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഡോൾബി അറ്റ്മോസ് സർട്ടിഫൈഡ് ആണ്.
ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു AI കീ കൊടുത്തിട്ടില്ല എങ്കിലും ഇതിനകത്ത് മോട്ടോ AI ഉണ്ട്. ഒന്നിലെ നിങ്ങൾക്ക് പവർ ബട്ടൺ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോ AI വരും, അല്ലെങ്കിൽ ഫോണിന്റെ ബാക്ക് സൈഡിൽ ഇതേ വിരലുകൊണ്ട് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടോ AI വരും. നോട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ തന്നെ അവിടെ മുകളിൽ അപ്ഡേറ്റ് മീ എന്ന് കാണാം, അത് AI-ന്റെ ഒരു ഫീച്ചറാണ്. അതേപോലെ നിങ്ങൾക്ക് ഇമേജ് സ്റ്റുഡിയോ, പ്ലേലിസ്റ്റ് സ്റ്റുഡിയോ, റിമെമ്പർ ദിസ്, ടേക്ക് നോട്ട്സ് എന്നിങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഇനി കൂടാതെ ഇതിനകത്ത് പെർപ്ലെക്സിറ്റിയുടെ ഇന്റഗ്രേഷനും ഉണ്ട്, കോപ്പൈലറ്റിന്റെ ഇന്റഗ്രേഷനും ഉണ്ട്. സോ ഏത് AI മോഡൽ വേണമെന്നും തിരഞ്ഞെടുക്കാം. സ്ലിം ആയിട്ടുള്ള ഈ ഫോണിന്റെ അകത്ത് 7000 mAh ബാറ്ററിയാണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉള്ളതുകൊണ്ട് 0 to 50% ഓൾമോസ്റ്റ് 30 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ആവും. പ്ലസ് ബ്ലൂടൂത്ത് 5.4 അല്ല, ബ്ലൂടൂത്ത് 6 വെർഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പ്ലസ് Wi-Fi 6E സപ്പോർട്ടും ഉണ്ട്. ആൻഡ് ടാപ്പ് ആൻഡ് പേ ചെയ്യാനായിട്ട് NFC-യും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പവർ ബട്ടൺ നിങ്ങൾ ഒറ്റവട്ടം പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ജെമിനിയാണ് വരുന്നത്. ആൻഡ് താഴെയായിട്ട് നിങ്ങൾക്ക് സർക്കിൾ സെർച്ചിൻ്റെ ഓപ്ഷനും ഉണ്ട്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദ UI, ഇത് ഇപ്പോൾ ഫൈനലി ആൻഡ്രോയിഡ് 16 നിങ്ങൾക്ക് വരുന്നത്. ഇത്തവണ നിങ്ങൾക്ക് 3 കൊല്ലത്തെ OS അപ്ഡേറ്റ്സും 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇയർ എനിക്ക് 4 കൊല്ലമായിരുന്നു, ഇത്തവണ 5 കൊല്ലമാക്കി മാറ്റിയിട്ടുണ്ട്. ആൻഡ് UI അത്യാവശ്യം സ്നാപ്പിയാണ് എങ്കിലും നിങ്ങൾക്ക് ഗെയിംസിൻ്റെയൊക്കെ ഫോൾഡർ കാണുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് ഡിസേബിൾ ചെയ്യേണ്ടി വരും. ആൻഡ് ഇൻഡസ് ആപ്പ് സ്റ്റോറും കാണുന്നുണ്ട്, അതും നിങ്ങൾക്ക് കളയാം. പ്ലസ് സ്മാർട്ട് ഫോൺ നല്ല ഡ്യൂറബിൾ ആണ്. IP68, IP69 റേറ്റിംഗ് ഉണ്ട്, മിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡും ആണ്. സ്ക്രീനിന്റെ നടുവിലായിട്ട് നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം താഴെയാണെങ്കിലും ടാപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. സോ ഓവറോൾ സ്മാർട്ട് ഫോൺ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഇറങ്ങിയ എഡ്ജ് 60 ഫ്യൂഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിമെൻസിറ്റി ചിപ്സെറ്റിൽ നിന്നും സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റിലേക്ക് വന്നു. അതിനോടൊപ്പം 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ നിന്ന് 144 ഹെർട്സിന്റെ ഡിസ്പ്ലേയിലേക്ക് മാറി. ലിറ്റിയ 700 നിന്ന് ലിറ്റിയ 710 മാറി. 5500 mAh ബാറ്ററി 7000 mAh ബാറ്ററിയിലേക്ക് മാറി. ലാസ്റ്റ് ഇയർ NFC ഉണ്ടായില്ല, ഇത്തവണ NFC-യും കൊണ്ടുവന്നു. സോ അത്യാവശ്യം കഴിഞ്ഞ കൊല്ലത്തെക്കാളും നല്ലൊരു അപ്ഗ്രേഡ് ആണ് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ എന്നെ ശരിക്കും ഞെട്ടിച്ചത് ഇതിന്റെ പ്രൈസ്. സോ 2000 രൂപയുടെ ക്യാഷ് ബാക്കിന് ശേഷം നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണ് 24,999 റുപ്പീസിന് മേടിക്കാൻ പറ്റും. 8GB 128 24,999, 8GB 256 27,999 and 12GB 256 30,999. സോ ഐ തിങ്ക് ബിലോ 30,000 റുപ്പീസ് ഒരു നല്ല ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ അടുത്ത് ഇറങ്ങിയ പല ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ എന്തോ എനിക്ക് 30,000 രൂപയ്ക്ക് താഴെ ഇത് വളരെ വാല്യൂ ഫോർ മണി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ ഫീൽ ചെയ്യുന്നത് എന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തായാലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.